ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേഷ്യലാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഐറ്റമാണ് അത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഫേഷ്യൽ എന്ന് പറയുന്നത് പിന്നെ തൈര് കൊണ്ടാണ് ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. നമുക്കെന്നതൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ക്ലെൻസിങ് ചെയ്യാമേ. നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. അതാണ് അതിന് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് അത് നമുക്ക് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല പുളിയുള്ള തൈര് വേണമേ എടുക്കേണ്ടത്. ഇത് മുഖത്തെ ആ അഴുക്കും എല്ലാം പോയി നമ്മൾ ക്ലീൻ ആക്കാം. മുഖം നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യാം. ശകലം തേച്ച് പിടിപ്പിച്ചേ. അതൊരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. അങ്ങനെ ചെയ്തു. ഈ തൈര് കൊണ്ട് നമ്മളിത് ചെയ്യുന്നത് ഏറ്റവും നല്ല പിന്നെ മുഖം നല്ല ക്ലീൻ ആകും. ഇപ്പോൾ മുഖം ക്ലീൻ ആകും. തൈര് കൊണ്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്തത്. അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തില്ലായിരുന്നു. വെറും തൈര് മാത്രമേ നമ്മൾ എടുത്തുള്ളായിരുന്നു. അതുകൊണ്ട് മുഖം തൈരിനകത്ത് നമ്മൾ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് മുഖം നല്ല ക്ലീനായി, നല്ല വെടിപ്പായി ക്ലീനായിട്ടിരിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിനി സ്ക്രബ് ചെയ്യാമേ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂണ് തൈര്, പിന്നെ ഇച്ചിരി കാപ്പിപ്പൊടിയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ബ്രൂവിൻ്റെയാണ് കാപ്പിപ്പൊടി. ഈ 3 ഐറ്റം കൂടെ മിക്സ് ആക്കാമേ. മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഈ തൈര് കൊണ്ട് നമ്മൾ ഫേഷ്യൽ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം വെച്ച് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. കാര്യം ഇപ്പം നല്ല ചൂട് സമയമല്ലയോ. ചൂട് സമയം ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ എപ്പോഴും ഇറങ്ങുന്നില്ലേ. ആ സമയത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേനെ ഈ കരിവാളിക്കുമല്ലോ മുഖമൊക്കെ. നമ്മുടെ കരിവാളിപ്പൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 ദിവസം വെച്ച് ഇത് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് ചെയ്ത് കാണിക്കാമേ. സ്ക്രബ് ചെയ്യാൻ പോകണേ. ഇത് മിക്സ് ആക്കിയ ഞാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് മിക്സ് ആക്കി ഇനി ഇത് ഞാൻ മുഖത്ത് തേച്ച് പിടിപ്പിക്കുവാണേ. ഇത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നമ്മൾ മസാജ് ചെയ്യണം. നല്ല റിസൾട്ട് തരുന്നതാണ്. മസാജ് ചെയ്യണം. അത് ഈ തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് വെളുക്കും. നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ കിട്ടും, നല്ല വെളുപ്പ് കിട്ടും. നമ്മുടെ ഉള്ള കളർ മാറത്തില്ല. അത് നമ്മൾ ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കളറൊന്നും മങ്ങത്തില്ല. ഇപ്പോൾ നല്ല വെയിലല്ലയോ. ഈ വെയിലത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കരിവാളിപ്പൊക്കെ ഉണ്ടാകും. ഈ കരിവാളിപ്പൊക്കെ അങ്ങ് മാറും. ഇതിന് ഞാൻ ഒന്ന് മസാജ് ചെയ്യാമേ. ഒരു 10 മിനിറ്റ് നേരം ഇത് ഇരുന്നതിന് ശേഷം നമുക്ക് എന്നിട്ട് കഴുകിക്കളയാം. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകിക്കളയാം. മിനിറ്റായേ. ഇത് തുടച്ച് കളയുവാണേ. മുഖം നല്ല ക്ലീനായി. നല്ല ക്ലീനായേ. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മസാജ് ചെയ്യാൻ പോകുന്നു. മസാജിങ് ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഇനി അതുപോലെ നമ്മൾ എന്തിടുമ്പോഴും നമ്മൾ ഈ കഴുത്തെ കൂടെ ഇടണം. ഞാനിപ്പോൾ ഇടാഞ്ഞത് നല്ല ഡ്രസ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നമ്മൾ ഇടുമ്പോൾ ഒരു ക്രീം പോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തെ കൂടെ ഇടണം. കഴുത്തിൽ അല്ല 2 കളറായിട്ട് തോന്നത്തില്ലയോ. അപ്പോൾ കഴുത്തെ കൂടെ നമ്മളിത് എന്തിട്ടാലും ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാജിങ് ആണ്.
ഇച്ചിരി തൈരെടുത്തു. അതിലോട്ട് നമ്മൾ ശകലം തേൻ ആഡ് ചെയ്യുന്നു. ഇത് മസാജ് ചെയ്യാൻ പോണേ. അതൊരു ക്രീം പോലെ ആണ് ആക്കാൻ പോവാതെ. ഒരു ക്രീം പോലായി അത് നമുക്കിനി അത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. കണ്ടോ, തേനെന്ന് പറയുന്നത് നല്ല ഗ്ലോ കിട്ടും മുഖത്തിനൊക്കെ. ശകലം ഇത് തൂക്കാൻ പോണേ. തൂത്തിട്ടേണ്ട മസാജ് ചെയ്യാൻ പോകും. ഇത് തേനും തൈരും എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. നമ്മൾ ഇത് ഇങ്ങനെ മേളോട്ട് സ്കിന്ന് ഇങ്ങനെ ചെയ്യാതെ താഴോട്ടാക്കരുത്. ഇത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ല രക്തപ്രസാദം ഉണ്ടാകും, നല്ല രക്തഓട്ടം ഉണ്ടാകും. അത് ഡെയിലി നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. സ്കിന്നിങ്ങനെ മേപ്പോട്ട് ഇത് തൂക്കാവേ. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യാവൂ. താഴോട്ടാകുമ്പം സ്കിന്ന് തൂങ്ങും. ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ ചെയ്യാം. നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാമേ. കഴുകിയിട്ട് കാണിക്കാം. പിന്നെ ഇനിയും തുടയ്ക്കാമേ. 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ക്ലീനാക്കാം. എന്നിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, മുമ്പലത്തേലും നമുക്ക് നല്ല ഒന്നുകൂടെ ബ്രൈറ്റ് ആയില്ലേ മുഖം, മുമ്പേ കണ്ടതിലും. ഇത് ചുമ്മാ പറയുന്നില്ല, നല്ല റിസൾട്ട് കിട്ടുന്ന തൈരെന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ചാണ്. സത്യത്തിലും ബ്ലീച്ചിന് തുല്യമാണ് തൈര് ഉപയോഗിക്കുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സത്യത്തിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇട്ട വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഇനി ഞാൻ അടുത്തത് ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോവാം. തയ്യാറാക്കാൻ വേണേ തൈരെടുത്തു. ഞാനിത് നമ്മുടെ ചോറ് അരച്ചതാണേ. ഇത് മട്ടയരിയല്ല, നമ്മുടെ വെള്ള അരിയാണേ. പൊന്നി പോലത്തെ. ഞാനിത് ഇന്ന് പൊന്നിയാണ് വെച്ചത്. ആ പൊന്നി അരിയാണ് ഇത്. അത് 1 സ്പൂൺ എടുത്തു. അത് നല്ലതായിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാണേ ഇത്. അതിൻ്റെ കൂടെ ഒരു തക്കാളിക്ക നീരിച്ചിട്ട് ഒഴിക്കുകയാണേ. ഒരു ശകലം തേന് ഒഴിച്ചു. ഇത്രയും കൂടെ മിക്സ് ആക്കുവാണേ. പിന്നെ ഈ ചോറരച്ചത് ഏറ്റവും നല്ലതാണ്. നല്ല സ്കിന്നിന് നല്ലതാണ്. നല്ല കളറ് കിട്ടും. ഇത് 3ഉം കൂടെ മിക്സാക്കി നമ്മളിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇട്ട് നമ്മൾ കഴുകിക്കളയണം. ചോറ് നല്ലതായിട്ട് അങ്ങ് അരയ്ക്കണേ. മിക്സിയിലിട്ട് ഞാൻ നല്ലതായിട്ട് അരച്ചതായത്. മട്ടയരി വേണമെങ്കിൽ നമ്മൾ ചുമല മട്ടയരി വേണമെങ്കിൽ നമുക്ക് എടുക്കാം, വെള്ളയാണെങ്കിലും എടുക്കാം. ഇതിനി ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാമേ. മിക്സാക്കി ഞാനിത്. ഇത് കണ്ടല്ലോ, ഫേസ് പാക്ക് തയ്യാറാക്കിയത് കണ്ടോ. അതിനുള്ള ഐറ്റം തയ്യാറാക്കിയേക്കുന്നേ. ഇനി ഞാനിത് ഞാനിനി മുഖത്തോട്ട് അപ്ലൈ ചെയ്യാമേ. ഇത് 3-4 സ്റ്റെപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടും. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. വേറെ നമ്മുടെ വീടിനകത്ത് കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ പുറത്തെ ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ.
നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് മുഖം നല്ല നല്ല ബ്രൈറ്റ് ആക്കി എടുക്കാം. വേറെ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് ചെയ്യാം. ഇത് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളല്ലോ. നമ്മൾ ചോറ് ദിവസവും വീട്ടിൽ വെക്കുന്നതല്ലയോ. തൈര് കാണും നമ്മുടെ വീട്ടിൽ, തക്കാളിക്ക നമ്മൾ മേടിക്കുന്നുണ്ട്. നമ്മളത് ഇതൊന്നും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മളൊരു ബ്യൂട്ടി പാർലറിലും പോകേണ്ട കാര്യമില്ല. ഇതൊന്നും ഒരു 10-15 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ കുറച്ച് നാളായിരുന്നു ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട്. നേരത്തെ 1-2 തവണ ഞാൻ കണ്ടിട്ടതേ ഉള്ളൂ. ഞാൻ ഒത്തിരി നാളായി ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം അന്നേരം ചെയ്തപ്പോൾ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണിക്കാമേ. ഇത് ഉണങ്ങിയേ നമുക്കൊന്ന് മസാജ് ചെയ്യാമോ. ഇനി ഒരു 10-15 മിനിറ്റായി. ഒരുപാട് നേരം നമുക്ക് വെച്ചിരുന്നത് നമുക്ക് വലിയും. അങ്ങനെ അത്രയും നേരം വയ്ക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ലതായിട്ട് മസാജ് ചെയ്യണം. നമ്മൾ എന്ത് സാധനം മുഖത്തിടുമ്പോൾ അത് നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നാലേ അത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻ്റ് ഇടുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു. അതുപോലെ ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ക്രീം നമ്മൾ ഇടണം മുഖത്ത്. നമ്മൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ക്രീം ഇടണം. കാര്യമുണ്ട്, ഇത്രയും സാധനം ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇട്ടതല്ലയോ. ഞാൻ കഴുകിയിട്ട് വരാമേ. അതുകൊണ്ട് ഞാൻ കഴുകി കഴിഞ്ഞേ. നല്ല ഗ്ലോ ആയില്ലയോ. സ്കിന്ന് നല്ല ഗ്ലോ ആയി. നോക്കാം. ചുമ്മാതല്ല പറഞ്ഞ സത്യമായ കാര്യം ഇത് ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. ഇനി ഒരു മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിക്കണേ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാലും ഒരു എണ്ണമയം നിൽക്കാൻ വേണ്ടിയിട്ട് ശകലം ക്രീം എടുത്തോളൂ. ലാസ്റ്റിൽ അത് ഇച്ചിരി ചെയ്താൽ മതി. നല്ല ഫ്രഷ് ആയില്ലേ, കണ്ടോ? നല്ല ഗ്ലോ ആയില്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.